സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വരെ മഴ തുടരാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, മഴ ശക്തി പ്രാപിക്കുകയാണ്. ന്യൂനമർദ്ദം ഇങ്ങനെ വീണ്ടും മാറി ന്യൂനമർദ്ദം വരികയാണ്. എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട്? ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ടെന്നാണല്ലോ മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും അഖില, അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദം നാളെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയുള്ള വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ, മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലുള്ളവർ തുടർച്ചയായി ഒരു മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യമായിരുന്നു തലസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട്. എങ്കിലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അഖില.